ഓം നമ ശിവായ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും പണം തടസ്സം ചെയ്യാനും ഈ മന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പം അതിനും ഈ ദൈവികമായിട്ടുള്ള അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സമ്പത്തും സമൃദ്ധിയും നിങ്ങളെ ഏതാകാനും നടക്കാനും ഈ മന്ത്രം നിത്യം ജപിക്കുന്നത് അത്യുത്തമമാണ്. പുലർച്ചെ 4-നും 6-നും ഇടയിലുള്ള സമയത്ത് ഈ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ നാഴിക മിനിറ്റ് നേരത്തെ, ഒരു നാഴിക മിനിറ്റ് നേരത്തെ. വെള്ളിയാഴ്ചകൾ, വ്യാഴാഴ്ചകൾ എന്നിവ പൗർണമി നാൾ കുബേരേഷ് പ്രീതിക്ക് വളരെ അത്യുത്തമമാണ്. ദീപാവലി, അക്ഷയ തൃതീയ എന്നീ ദിവസം ഈ മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. 108 തവണ ഈ മന്ത്രം ഉരുവിടുന്നത് അത്യുത്തമം. അതിന് സാധിക്കാത്തവർ 11, 21 എന്നീ തവണ ജപിക്കുക. കുളിച്ച് ശുദ്ധിയമായി ശരീരശുദ്ധിയോടെ വേണം നിങ്ങൾ ഈ മന്ത്രം ഉരുവിടാൻ. പുലർച്ചെ വടക്ക് ദിശയിൽ ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കാൻ. കുബേരൻ വടക്ക് ദിശയിൽ എന്നാണ് ഇത്. വടക്ക് ദിശയിൽ തന്നെ ഇരുന്ന് ജപിക്കണം എന്ന് പറഞ്ഞു. കുബേരൻ വടക്ക് ദിശയുടെ ആണ്. ശുദ്ധമായ മനസ്സോട് വേണം ഈ മന്ത്രം ഉരുവിടാൻ. ജപിക്കാൻ താമരവിത്ത് കൊണ്ടുള്ള മാലയോ സ്ഫടികമാലയോ ഉപയോഗിക്കാവുന്നതാണ്. പായസമോ മധുര പലഹാരമോ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. പൂർണ്ണമായി അതീവ ഭക്തിയോടെയും അതിൻ്റെതായ മനസ്സുശക്തിയോടെ ജപിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക. പെട്ടെന്ന് പണം ആവശ്യം വരുമ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്. മന്ത്രം ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആദ്യത്തെ വരി ലക്ഷ്മിയുടെ ബീജത്തെ സൂക്ഷിപ്പിക്കുന്നു. സമൃദ്ധിയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു. ക്രീം ഇത് സംഘടന നോക്കി കാര്യത്തെ നേടിയെടുക്കാനുള്ള ഊർജത്തെ സൂചിപ്പിക്കുന്നു. അധികാരത്തിൻ്റെയും ദേവിയായ ലക്ഷ്മി ദേവി, സമ്പത്തിൻ്റെ അധിപനായ കുബേരദേവനെ, എൻ്റെ ദേവ, എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം സമ്പത്തും വരാൻ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ അതീവ ഭക്തിയോടെ മന്ത്രങ്ങൾ തെറ്റുവരാതെ മന്ത്രങ്ങൾ പഠിച്ച് ഞാൻ പറഞ്ഞ എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. ഈ മന്ത്രം ഇതുപോലെ തന്നെ 27 തവണ, ഏറ്റവും കുറഞ്ഞത് 27 തവണ, 25, 20 തവണ എങ്കിലും ഈ മന്ത്രം തുടർച്ചയായിട്ട് ഒരാഴ്ച ജീവിച്ചാൽ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറിപ്പോകുന്നതായിരിക്കും. അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദൈവികർമ്മമായിട്ട് വീണ്ടും കാണാൻ നന്ദി, നമസ്കാരം. സർവപ്രപഞ്ചനാഥനായ പരമശിവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മന്ത്രമാരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതീവ ശക്തിയായ മന്ത്രമാണ്.